ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2024 ഡിസംബർ 13 വെള്ളിയാഴ്ച, മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ത്രയോദശി തിഥിയാണ്. ത്രയോദശി തിഥി നമ്മളെല്ലാവരും പ്രദോഷമായിട്ടാണ് ആചരിക്കുന്നത്. അന്നത്തെ ദിവസം മറ്റ് പ്രത്യേകതകളുണ്ട്. അതായത് കന്നഡ ദേശത്തുള്ളവർ അന്ന് ഹനുമാൻ ജയന്തിയായിട്ട് ആചരിക്കുന്നുണ്ട്. അതുപോലെ തൃക്കാർത്തിക മഹോത്സവം. ഇത്രയും വിശേഷങ്ങളാണ് അന്നത്തെ ദിവസമുള്ളത്. പ്രദോഷവ്രതം നമ്മൾ സാധാരണയായി എടുക്കുന്നത് ഭഗവാൻ പരമേശ്വരൻ്റെ പ്രീതിക്കായിട്ടാണ്. പ്രദോഷവ്രതത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്, പ്രദോഷ സന്ധ്യാസമയത്ത് ഭഗവാൻ ആനന്ദ നടനം ആടി എന്നാണ് വിശ്വസിക്കുന്നത്. ഇങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത്. അതായത് പാലാഴി മഥന സമയത്ത് മന്ധരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും സ്വീകരിച്ചുകൊണ്ട് ദേവന്മാരും അസുരന്മാരും പാലാഴി കടയുകയാണ്. ആ സമയത്ത് വാസുകിക്ക് ഭയങ്കരമായ ഒരു ക്ഷീണമുണ്ടാകുന്നു. അങ്ങനെ വാസുകി ഛർദ്ദിക്കാനായിട്ട് പോകുന്നു. വാസുകി ഛർദ്ദിക്കുന്നത് കൊടിയ വിഷമാണ്. അപ്പോൾ വാസുകിയുടെ കണ്ണൊക്കെ ഇങ്ങനെ തുറിച്ചു, നാക്കൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നു. ആ സമയം തന്നെ ഛർദ്ദിച്ചില്ല. അപ്പോൾ തന്നെ ഇങ്ങനെ ഛർദ്ദിക്കാനായിട്ടുള്ള ഭാവം ആയപ്പോൾ തന്നെ അവിടെ നിന്ന ദേവന്മാർക്കും അസുരന്മാർക്കും അതുപോലെ തന്നെ സപ്തർഷികളും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ശ്വാസം മുട്ടാൻ തുടങ്ങി. അതായത് ത്രിലോകങ്ങൾക്കും ശ്വാസം മുട്ടാൻ തുടങ്ങിയെന്നാണ് ഐതിഹ്യം പറയുന്നത്. ഈ കാളകൂട വിഷം ഛർദ്ദിച്ചാൽ, വാസുകി ഛർദ്ദിച്ചാൽ എല്ലാ ലോകങ്ങളും നശിക്കും. അത് ഒഴിവാക്കുന്നതിനായിട്ട് ഭഗവാൻ ആ വിഷത്തെ തൻ്റെ തൃക്കരത്തിൽ സ്വീകരിക്കുകയും അത് തൻ്റെ ശരീരത്തിലേക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ വിഷം, കൊടിയ വിഷം ഭഗവാന്റെ കണ്ഠത്തിൽ ഉറച്ചതുകൊണ്ട് ഭഗവാനെ നീലകണ്ഠൻ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഭഗവാൻ എന്തായാലും വിഷമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ക്ഷീണം ഭഗവാന് ഉണ്ടായി എന്നും ഭഗവാൻ ശ്രീ പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് കുറച്ചു നേരം വിശ്രമിച്ചു എന്നും പറയുന്നു. അങ്ങനെ ഭഗവാൻ ഒരു ചെറിയ നിദ്രയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദേവന്മാരും സപ്തർഷികളുമൊക്കെ അവിടെ സന്നിഹിതരായിരുന്നുവെന്നും അവർ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്നിരുന്നുവെന്നുമാണ് വിശ്വസിക്കുന്നത്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഭഗവാൻ ഉണർന്നെഴുന്നേൽക്കുകയാണ്. അതൊരു ത്രയോദശി സന്ധ്യാസമയത്തായിരുന്നു. ഭഗവാൻ ഉണർന്നെഴുന്നേറ്റപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഭഗവാൻ ആനന്ദ നടനമാടി. ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ശിവപുരാണത്തിൽ ഇതിനെപ്പറ്റി വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. അത് നമുക്ക് പിന്നൊരു ദിവസം വിശദമായി പറയാം. നമുക്ക് ഇപ്പോൾ തൽക്കാലം ഭാഗവതം ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ശിവപുരാണം കഥാരൂപത്തിൽ നമുക്ക് കുറേശ്ശെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആ സമയത്ത് നമുക്ക് അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പഠിക്കാം. കാരണം ശിവപുരാണത്തിൽ എല്ലാ വ്രതങ്ങളുടെയും മഹാത്മ്യത്തെപ്പറ്റി വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ ആനന്ദ നടനം ആടി. ആ സമയമാണ് പ്രദോഷ സന്ധ്യാസമയം. സകല ദോഷങ്ങളും മാറ്റിക്കൊണ്ട്, സകല വിഷദോഷങ്ങളും മാറ്റിക്കൊണ്ട് ഭഗവാൻ ആനന്ദ നടനം ആടുകയാണ്. നമ്മൾ വിശ്വസിക്കുന്നത് പ്രദോഷ സന്ധ്യാകാലത്ത് എവിടെയാണോ നമഃശിവായ മന്ത്രം കേൾക്കുന്നത്, എവിടെ ഇരുന്നാണോ നമ്മൾ നമഃശിവായ മന്ത്രം ജപിക്കുന്നത്, അവിടെ സകല ദേവീ ദേവന്മാരുടെയും സാന്നിധ്യം ഉണ്ടാകുമെന്നും പ്രദോഷ സന്ധ്യാകാലത്ത് ആരാണോ നമഃശിവായ മന്ത്രം ജപിക്കുന്നത് അവർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സകല ദേവീ ദേവന്മാരും നൽകുമെന്നുമാണ് വിശ്വസിക്കുന്നത്.
അതുകൊണ്ട് തന്നെ പ്രദോഷ ദിവസം സന്ധ്യാകാലത്തെ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമാണ് ഉള്ളത്. എങ്ങനെയാണ് പ്രദോഷവ്രതം എടുക്കേണ്ടത്? പ്രദോഷവ്രതത്തിൻ്റെ തലേ ദിവസം നമ്മൾ എല്ലാ വ്രതങ്ങൾക്കും എടുക്കുന്നത് പോലെ തന്നെ വ്രതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. അതായത് അരിഭക്ഷണം ഉണ്ടെങ്കിൽ അത് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു നേരം മാത്രമായി കുറയ്ക്കുക. മറ്റ് 2 നേരങ്ങളിലും മറ്റെന്തെങ്കിലും കഴിച്ച് ഇരിക്കുക. അതായത് ഒരിക്കലൂണ് എടുക്കുക. ഇനി തലേ ദിവസം വേണമെങ്കിലും അരിഭക്ഷണം നമുക്ക് ഉപേക്ഷിക്കാം. കാരണം ചിലപ്പോഴെന്നല്ല മിക്കപ്പോഴും നമ്മൾ ഏകാദശിയുടെ പിറ്റേ ദിവസം തന്നെ, അതായത് പാരണ വീടുന്ന അന്ന് തന്നെ പ്രദോഷം വരാറുണ്ട്. ആ സമയത്ത് എല്ലാവർക്കുമുള്ള സംശയമാണ് എങ്ങനെയാണ് പാരണ വീടി കഴിഞ്ഞിട്ട് പ്രദോഷം എടുക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ എടുക്കുന്നത് എങ്ങനെയാണെന്ന്, അതായത് ഏകാദശിയുടെ പിറ്റേ ദിവസം പ്രദോഷം വരുന്ന സമയത്ത് വ്രതം എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏകാദശിയുടെ വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമേ പ്രദോഷത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. കാരണം രണ്ടും 2 വ്രതരീതികളുമാണ്, 2 വ്രതവുമാണ്. അതല്ലാതെ ഇതെല്ലാം കൂടെ അവസാനം അങ്ങ് ചെയ്യാമെന്ന് നിശ്ചയിക്കരുത്. ഇത്തവണ അത് വിഷയമില്ല. കാരണം ഭാരതത്തിലുള്ള എല്ലാവരും തന്നെ 12-ാം തീയതി പാരണ വീടും. 12-ാം തീയതി പാരണ വീടിയതിനു ശേഷം അന്നത്തെ ദിവസം ഒരു നേരം അരിഭക്ഷണം കഴിച്ച് വളരെ ശുദ്ധമായ ആഹാരത്തിലിരുന്ന് നാമം ജപിക്കുക. പിറ്റേ ദിവസം അതായത് 13-ാം തീയതി പ്രദോഷത്തിനായി തയ്യാറെടുക്കുക. അന്നത്തെ ദിവസം എങ്ങനെയാണ് ശരിയായ വിധി, പ്രദോഷത്തിൻ്റെ ശരിയായ വിധി എന്ന് പറയുന്നത്, രാവിലെ നാമം ജപിച്ച് വിളക്ക് തെളിയിച്ച് നാമം ജപിച്ച് അല്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തി നാമം ജപിച്ചതിന് ശേഷം നമ്മൾ ഒന്നും കഴിക്കില്ല. പൂർണ്ണമായ ഉപവാസമാണ് പ്രദോഷത്തിന് പറയുന്നത്. അത് സന്ധ്യാസമയം വരെ, അതായത് ഒരു പകൽ മുഴുവൻ ഉപവസിക്കും. ഉപവസിച്ചതിന് ശേഷം സന്ധ്യയ്ക്ക് നമ്മൾ ശിവക്ഷേത്ര ദർശനമാണ് നടത്തുന്നതെങ്കിൽ അവിടെ നമ്മൾ ഒരു കരിക്കും കുറച്ച് പഴങ്ങളും ഒക്കെ മേടിച്ച് കൊടുത്ത് അത് അവിടെ നിന്നും നൈവേദ്യമായി സ്വീകരിച്ച് നമുക്ക് അത് കഴിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ചോറുണ്ണാം. ചോറും എന്തെങ്കിലും ചമ്മന്തിയോ മോരോ ഒക്കെ കൂട്ടി ചോറുണ്ണാം. ഇങ്ങനെയാണ് പ്രദോഷത്തിൻ്റെ ഒരു ശരിയായ വിധി. ഇനി വൈകുന്നേരം നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വിളക്ക് കത്തിച്ച് നാമം ജപിച്ച് ഭഗവാന്റെ ഫോട്ടോയുടെയോ ഒക്കെ മുമ്പിലായിട്ട് നമുക്ക് കുറച്ച് ജലമോ അതല്ലെങ്കിൽ കരിക്കോ കുറച്ച് പഴങ്ങളോ ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് അത് സ്വീകരിച്ചതിന് ശേഷം നമുക്കത് കഴിച്ച് നമുക്കതിന് ശേഷം നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ഇച്ചിരി ചോറുണ്ടാക്കി എന്തെങ്കിലും വളരെ ലഘുവായ ചമ്മന്തിയോ മോരോ ഒക്കെ കൂട്ടി കഴിക്കാം. പഴകിയ അച്ചാറൊന്നും കഴിക്കരുത്. ഉള്ളിയും വെളുത്തുള്ളിയും ചേർന്ന പദാർത്ഥങ്ങൾ വ്രതം അവസാനിപ്പിക്കുന്ന സമയത്ത് കഴിക്കാൻ പാടില്ല. കാരണം അത് രജസ് സ്വഭാവമുള്ള ഭക്ഷണങ്ങളാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി സുഖമില്ലാത്ത ആളുകൾ കാണും, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന ആളുകൾ കാണും, മരുന്ന് കഴിക്കുന്ന ആളുകൾ, ഗർഭിണികൾ, ഇവർക്കൊക്കെ വ്രതം എടുക്കാം. അവർക്ക് പഴവർഗ്ഗങ്ങളും പാലും ഒക്കെ കഴിച്ചുകൊണ്ട് അവർക്ക് വ്രതമെടുക്കാം. പക്ഷേ ധാന്യഭക്ഷണങ്ങൾ ഒന്ന് ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. കിഴങ്ങ് വർഗ്ഗങ്ങൾ പുഴുങ്ങി കഴിക്കാം, അതൊക്കെ കുഴപ്പമില്ല. പക്ഷേ ഗ്യാസ് ഒന്നും ഉണ്ടാക്കാതെ ശ്രദ്ധിച്ചു കൊള്ളണം. ചിലർ പറയും ഏത്തപ്പഴം നമ്മൾ വ്രതത്തിൽ ഉപയോഗിക്കരുത് എന്ന് പറയും. ഏത്തപ്പഴം ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഏത്തപ്പഴം എന്ന് പറയുന്നത് ഒരു ഫുൾ മീലാണെന്നാണ് പറയുന്നത്. കാരണം ഇച്ചിരി കൊഴുപ്പ് കൂടിയ ഒരു ഭക്ഷണമാണ്, ഒരു പഴവർഗ്ഗമാണ് ഏത്തപ്പഴം. കാരണം ഒരു ഏത്തപ്പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് ചില മനുഷ്യർക്കൊക്കെ പറ്റും, ചിലർക്ക് പറ്റില്ല ഒരു ഏത്തപ്പഴം കഴിച്ചാലൊന്നും. എന്നാലും സാധാരണ ആളുകൾക്ക് ഒരു ഏത്തപ്പഴമൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 12 മണി വരെയൊക്കെ അത്യാവശ്യം വിശപ്പില്ലാതെ നിൽക്കും. കാരണം അതൊരു കട്ടി കൂടിയ ഒരു പഴവർഗ്ഗമാണ്. അതുകൊണ്ടാണ് ഈ ഏത്തപ്പഴം കഴിക്കേണ്ട എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് എന്തെങ്കിലും ഇതുപോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചില്ലെങ്കിൽ നമ്മൾ തലകറങ്ങി വീഴും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഏത്തപ്പഴമൊക്കെ പുഴുങ്ങി കഴിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. കാരണം ഒരു വ്രതം പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കുന്നതിനേക്കാൾ നല്ലതാണ് അത് തുടർന്നു കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുന്നതിലല്ല ഈശ്വരന് കൂടുതൽ താല്പര്യം. കാരണം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്താണ്, നമുക്ക് അന്നം മുട്ടരുതേ എന്നാണ്. ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകരുതേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈശ്വരൻ ഒരിക്കലും നമ്മളെ പട്ടിണി കിടത്താൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ശാരീരിക സ്ഥിതി അനുസരിച്ച് നമ്മുടെ വ്രതത്തിൻ്റെ ക്രമത്തെ നമ്മൾ മാറ്റുക എന്നുള്ളതാണ്
പ്രധാനമായിട്ടുള്ളത്. ഇതുകൊണ്ടാണ് ഏത്തപ്പഴം ഒഴിവാക്കിക്കൊള്ളൂ എന്ന് പലരും പറയുന്നത്. കാരണം അതൊരു ഫുൾ മീലാണ്. അപ്പോൾ അത്രയും ഒരു ഫുൾ മീൽ വേണ്ട, വളരെ ലഘുവായിട്ട് കഴിച്ചുകൊള്ളൂ എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രദോഷത്തിൻ്റെ ആ ഐതിഹ്യവും എങ്ങനെയാണ് പ്രദോഷം എടുക്കേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പ്രദോഷത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ, ഏറ്റവും ഉത്തമമായ വഴിപാട് എന്ന് പറയുന്നത് ധാരയാണ്. ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ജലധാര നമുക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. അത് വളരെ വിശേഷമാണ്. പിന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ജലധാരയോ ക്ഷീരധാരയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. എന്തായാലും ധാര വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഒരു വഴിപാട് എഴുതിപ്പിക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ പേരും നാളും ഒക്കെ പറഞ്ഞ് വഴിപാട് എഴുതിക്കും. നിങ്ങൾക്കത് ചെയ്യാം. അത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഭഗവാന് വേണ്ടി കൂടെ ഒരു വഴിപാട് എഴുതിക്കുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ മഹാദേവൻ തിരുവാതിര എന്ന് പറഞ്ഞ് നമ്മളൊരു വഴിപാട് എഴുതിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമ്മുടെ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ ആ 5 പേർക്കും ഓരോ രസീത് എടുക്കുന്നതിൻ്റെ തുല്യമാണ്. ആ ഒറ്റ പേരെഴുതിയാൽ എല്ലാവർക്കും അതിൻ്റെ ഫലം ലഭിക്കും. ഭഗവാന് വേണ്ടി അർച്ചന ചെയ്യുമ്പോൾ ആ ഭഗവത് സാന്നിധ്യം, ഭഗവാന്റെ ആ ചൈതന്യത്തിന്, ആ വിഗ്രഹത്തിന് കൂടുതൽ ശക്തി ഉണ്ടാവുകയാണ്. അതനുസരിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്കും കൂടുതൽ ഫലമുണ്ടാകും. നമ്മൾ ഇവിടെ തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ധാരാളമായി ആളുകൾ മഹാദേവൻ തിരുവാതിര എന്ന പേരിൽ ധാരയും അർച്ചനകളുമൊക്കെ ചെയ്യിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് വളരെ വിശേഷമാണ് അങ്ങനെ ചെയ്യുന്നത്. അത് നമ്മുടെ ആ ക്ഷേത്ര ചൈതന്യത്തിന് കൂടുതൽ ശക്തി ഉണ്ടാക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഭഗവാന് വേണ്ടിയിട്ടാണല്ലോ നാമം ജപിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. വ്രതം എടുക്കാൻ സാധിക്കാത്ത എല്ലാവരും തന്നെ പ്രദോഷ സന്ധ്യയുടെ പ്രാധാന്യം മനസ്സിലാക്കി ആ സന്ധ്യാസമയത്ത് നമഃശിവായ മന്ത്രങ്ങൾ ജപിക്കുക. പിന്നെ നമ്മൾ ഗുരുവായൂർ ഏകാദശിയുടെ വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, വൃശ്ചികം 28-ാം തീയതിയാണ് നാരായണീയം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഭഗവാന് സമർപ്പിച്ചത് എന്ന്. ഈ ഡിസംബർ 13 എന്ന് പറയുന്നത് വൃശ്ചികം 28 അപ്പോൾ അന്നേ ദിവസം നമുക്ക് നാരായണീയ ദിനമായി ആചരിക്കുകയും ചെയ്യാം. അന്ന് തൃക്കാർത്തികയാണ്. തൃക്കാർത്തിക വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. എങ്കിലും അതിനെപ്പറ്റി, ഇതിൻ്റെ ഐതിഹ്യങ്ങളെ, പലതരത്തിലുള്ള ഐതിഹ്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ തൊണ്ടവേദന അല്പം കുറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോകളൊക്കെ ഇടാം. എല്ലാവരും എന്തായാലും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, ആ ദിവസത്തെ പ്രത്യേകത മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. ഇനിയുള്ള എല്ലാ ദിവസങ്ങളും തന്നെ ഒരുപാട് പ്രാധാന്യങ്ങളുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് എല്ലാ ദിവസങ്ങളും കുറച്ച് സമയമെങ്കിലും അതാത് ദിവസത്തെ പ്രത്യേകത മനസ്സിലാക്കി പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുക. ഹരേ കൃഷ്ണ.